ഗസ ഇനി ആരുടെ കൈപ്പിടിയിൽ? ഗസ ഇനി ആര് ഭരിക്കും? ഈ ചോദ്യമാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ചോദ്യം. ഗസയിൽ അഭയാർത്ഥികൾക്ക് നേരെയും ആശുപത്രികൾക്ക് നേരെയും പിഞ്ച് കുട്ടികൾക്ക് നേരെയും ഒക്കെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ. ഹമാസ് പോരാളികളെ തോൽപ്പിക്കാൻ എന്ന പേര്. അതിന് കണക്കിന് തിരിച്ചടി കിട്ടി ഇസ്രായേലിന്. ഇസ്രായേലിൽ ഇപ്പോൾ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു പരാജയമാണെന്ന് ഇസ്രായേലിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പരാജയമാണെന്ന് ജനങ്ങൾ പറയുമ്പോഴും വലതുപക്ഷ തീവ്രവാദ നേതാക്കൾ ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവിന് സപ്പോർട്ടും നൽകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ഇസ്രായേൽ റഫേലിലേക്ക് നീങ്ങുന്നു എന്നതാണ്. വടക്കൻ ഗസയും ഖാൻ യൂനിസും തെക്കൻ ഗസയും ഒക്കെ കൈവിട്ടു. ഇനി റഫേൽ പോയി കുറേ അഭയാർത്ഥികളെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊല്ലുക. ഇതാണ് ഇസ്രായേലിൻ്റെ രീതി. അതിലൂടെ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുക. തങ്ങൾ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിനും അടിമകളാകില്ലെന്നും തങ്ങൾ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിനും വശംവദരാകില്ലെന്നും പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹമാസ്. തങ്ങളുടേതായ രീതിയിൽ യുദ്ധം ചെയ്യും. മാത്രമല്ല, വിശുദ്ധ മാസമായ റമദാൻ മാസത്തിൽ നൊയമ്പ് നോറ്റ് യുദ്ധം ചെയ്യും. നൊയമ്പ് നോറ്റ് യുദ്ധം ചെയ്യുന്ന തങ്ങൾക്ക് ശക്തിയായിരിക്കും എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റേതായ രീതിയിൽ ക്രൂരതകൾ നടത്തുമ്പോൾ, വംശഹത്യ നടത്തുമ്പോൾ ഹമാസ് പോരാളികൾ സുരക്ഷിതരാണ്. ഹമാസ് പോരാളികൾ സുരക്ഷിതരാണ് എന്ന് മാത്രമല്ല, ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാൻ അവർ തയ്യാറുമാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നറിയപ്പെടുന്ന, ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നറിയപ്പെടുന്ന അയൺ ഡോം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അയൺ ഡോമിന് ഇനി ഒന്നും ചെയ്യാനില്ല. അയൺ ഡോമിൻ്റെ കണ്ണുകളെല്ലാം അടഞ്ഞുപോയി. അയൺ ഡോമിൻ്റെ മിഴികൾ അടഞ്ഞുപോയി. അടഞ്ഞുപോയ അയൺ ഡോമിന് ഇനി ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ആവില്ല. ഇസ്രായേലിലെ ഓരോ പൗരന്മാരും, ഇസ്രായേലിൽ വസിക്കുന്ന ഓരോ പൗരന്മാരും ഉൾക്കിടിലത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഏത് നിമിഷവും എന്തും ഏതും എപ്പോഴും സംഭവിക്കാം. ഏത് നിമിഷവും മിസൈലുകൾ തങ്ങളെ തേടി വന്ന് തങ്ങളുടെ നാശം വിതയ്ക്കാം. ഇതുവരയ്ക്കും അത്തരമൊരു ക്രൂരമായ ഒരാക്രമണത്തിന് ഹമാസ് തയ്യാറായിട്ടില്ല. ഹിസ്ബുള്ളയും തയ്യാറായിട്ടില്ല. അവർ നോർത്തേൺ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയാണ് അവർ ആക്രമണം നടത്തിയത്. സിവിലിയൻസിന് മേലെ അവർ ആക്രമണം നടത്തിയിട്ടില്ല. അത് അവരുടെ മാന്യത. പക്ഷേ ഇസ്രായേലിൻ്റെ മാന്യതയോ? ഇസ്രായേൽ കാണിച്ചത് ഗാസയിലെ സിവിലിയൻസിന് നേരെ ആക്രമണം നടത്തുക എന്ന കുടില തന്ത്രമാണ്. അതിലൂടെ ഹമാസിനെ പ്രതിരോധിക്കാമെന്ന് ഇസ്രായേൽ കരുതി. ഗാസയിലെ ഒരുപാട് പാവപ്പെട്ടവർ കൊല്ലപ്പെട്ടു. ഒരുപാട് പിഞ്ചുകുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. നവജാത ശിശുക്കൾ വരെ കൊല്ലപ്പെട്ടു. പക്ഷേ യുദ്ധത്തിന് ഒരവസാനം വേണം. ഏത് യുദ്ധത്തിനും ഒരവസാനമുണ്ടാകും. ആ യുദ്ധം തങ്ങളുടെ വിജയമാണെന്ന് ഹമാസ് ഉറപ്പിച്ചിരിക്കുന്നു. അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ, ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് വീണ്ടും ഒരാക്രമണം നടത്താൻ എല്ലാം സജ്ജമാക്കി കഴിഞ്ഞു ഹമാസ്.